ഒരു കപ്പ് റവ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിനെ ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ കൂടി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അതിനായിട്ട് മിക്സിയുടെ ഒരു ഉണങ്ങിയ ചെറിയ ജാറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ നനവില്ലാത്ത ജാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ റവ ഒന്നും കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ തരിതരിപ്പൊന്നുമില്ല. അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ റവ എത്രത്തോളമാണോ എടുത്തത് അതേ കപ്പിന് ഇരട്ടി വെള്ളം വേണം ചേർക്കാനായിട്ട്. 1 കപ്പ് റവ എടുത്തപ്പോൾ അതേ കപ്പിന് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഇതുപോലെ റവയായിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3/4 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നന്നായിട്ട് ഒന്നുകൂടി കുതിർന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഈ റവയിൽ നിന്ന് പാലൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുതിർന്ന് വരട്ടെ. റവയൊക്കെ അവിടെ നിന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി കൂടി ഒന്നും കൂടി ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഇതേപോലെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കര പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ പൊടിയായിട്ടുള്ള ശർക്കര കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ശരിക്കും മിക്സാക്കി നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് തിളച്ച് നല്ലോണം കുറുകിയൊന്നും വരണ്ട. ആ ശർക്കരയൊക്കെ ഒന്നും കൂടെ മെൽറ്റായി വന്നാൽ മാത്രം മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കുതിർന്ന് ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ. ഇനിയിപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ കൈവച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മുടെ ആ റവയിൽ നിന്നുള്ള പാല് ഒന്നും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം വേസ്റ്റ് നമുക്ക് കളയാം. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. കണ്ടോ ഇതേപോലെ കുറച്ച് മാത്രം വേസ്റ്റ് കിട്ടിയുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് പാലായിട്ട് തന്നെ കിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വേസ്റ്റ്. ഇത് നമുക്ക് കണ്ട് കളഞ്ഞിട്ട് നമ്മുടെ റവയുടെ പാല് മാത്രം മതി ഹൽവ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കപ്പ് റവയുടെ പാല് കിട്ടിയുണ്ട്, കൂടെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മൊത്തം 3 കപ്പ് പാലായിട്ടാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവ ഉണ്ടാക്കാനുള്ള മിക്സിങ്ങും അതേപോലെ തന്നെ ചേരുവകളും എന്നൊക്കെ പറയുന്നത്. ഇനി പൊട്ടും തന്നെ സമയങ്ങളേത് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ വേണം എടുക്കാനായിട്ട്. ചെറിയ പാനൊന്നും എടുക്കരുതേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മിക്സങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് കുറുകി പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നും കൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്നും കൂടി കുറുകി വന്നതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാൻ. ഇവിടെ ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതേപോലെ ഒരു അരിപ്പയിലൂടെ ഒന്നും കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ട് കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഒരു ഹൽവയുടെ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് 4 തവണയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വെച്ച് 4 തവണയായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ കാഷ്നട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി ശരിക്കും ഒന്നും കൂടി സെറ്റായി നല്ലോണം ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ മിക്സാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ ഇതേപോലെ 1/2 ടീസ്പൂൺ നെയ്യ് വെച്ച് 4 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ റവയും തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹൽവയൊന്ന് റെഡിയായിട്ട് വരാനായിട്ട് ഒരു 20-25 മിനിറ്റ് അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. പക്ഷേ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ മാത്രം മതി.
ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി വിട്ട് ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ചെടുത്ത് ഒന്ന് നോക്കുക കേട്ടോ. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹൽവ റെഡിയായെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാവേ. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടി സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ മിക്സ് നമ്മുടെ സെറ്റ് ചെയ്തതിനുള്ള പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നുകൂടെ ലെവലാക്കി തണുത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒരു പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ വെളുത്ത എള്ളൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ലെവലാക്കി കൊടുത്തതിന് ശേഷം വലിയ ചൂടൊക്കെ നാറി നന്നായിട്ട് തന്നെ തണുത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി തണുത്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൽവയുടെ റെസിപ്പി എന്ന് പറയുന്നത്. റവയും തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പഞ്ചസാരയോ അതേപോലെ തന്നെ ഒരു തുള്ളി ഓയിലോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തന്നെ കേട്ടോ. അപ്പോൾ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. ഇതുപോലെ കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. വൈകിട്ടത്തെ നല്ല ചൂട് ചായയുടെ കൂടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.